മക്കളെ, അപ്പം ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇവിടെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്നാണ് പഠിക്കുന്നത്. അപ്പം ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ് ഇലക്ട്രിക് കറണ്ട്, അല്ലെ? സോ വി ക്യാൻ ഡിഫൈൻ ദി ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓർ കറണ്ടിനെയോ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്തിന്റെ ഇന്റൻസിറ്റി? ഇവിടെ കറണ്ടിന്റെ ഇന്റൻസിറ്റി നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ പറയും? ഇസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് flowing through a conductor per unit time. ഈ ഒരു യൂണിറ്റ് ടൈമില് ഒരു കണ്ടക്ടറിലൂടെ എത്ര ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിന്റെ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് പറയുന്നത്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. നമ്മളപ്പോ ഇവിടെ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്താണ് മക്കളെ? എന്താണെന്ന്? ക്യാപിറ്റൽ ലെറ്റർ I ആണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കാണിക്കാനുള്ള അക്ഷരം, അല്ലെ? സ്പെല്ലിങ്. ദെൻ എന്താണ് അതിന്റെ ഇക്വേഷൻ? ഇവിടെ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ദി കറണ്ട് ഈസ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ അളവാണ് കറണ്ട്. സോ വി ക്യാൻ ഡിഫൈൻ ദി ഇക്വേഷൻ ഓൾസോ. നമുക്ക് ഇവിടുന്ന് ഇക്വേഷൻ പെട്ടെന്ന് കിട്ടിയില്ല. എന്താണ്? Q/T. എന്താണ് Q/T? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയുക? Q/T ആണ് ഇക്വേഷൻ. Q ചാർജ്, T ടൈം. അപ്പൊ ചാർജിൽ ഇത്ര ടൈമിനുള്ളിൽ ഫ്ലോ ചെയ്യുന്ന ചാർജ് Q/T. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് എന്താന്ന് നോക്കിക്കൂടി. യൂണിറ്റ് ഓഫ് ചാർജ് ബൈ യൂണിറ്റ് ഓഫ് ടൈം ആണ് യൂണിറ്റ് ഓഫ് കറണ്ട് വരാം. ചാർജിന്റെ യൂണിറ്റ് കൂളോം, ടൈമിന്റെ യൂണിറ്റ് എന്താ മക്കളെ? സെക്കൻഡ്. അങ്ങനെ കൂളോം പെർ സെക്കൻഡ് ആണ് എന്താണ് യൂണിറ്റ് ഓഫ് കറണ്ട് വരുന്നത്. പക്ഷെ നമ്മൾ അതിനെ ജനറൽ ആയിട്ട് എന്താണ് പറയുന്നത്? ആംപെയർ ആണ്. എന്താണ്? ആംപെയർ. അപ്പൊ നമ്മൾ സയന്റിസ്റ്റിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആൻഡ്രൂ മേരി ആംപെയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആലോചിക്കേണ്ട ഇത്രയും കാര്യമുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഡിഫൈനിങ് എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇത്രയുമുണ്ട്. ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ഈസ് കറണ്ട്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q/T. ഈ എന്താണ് അതിന്റെ രണ്ട് യൂണിറ്റ് ഉണ്ട്, ഒന്ന് കൂളോം പെർ സെക്കൻഡ്, ഒന്ന് ആംപെയർ. ഇത്രയും ആയാൽ തന്നെ എന്തായി മക്കളെ? ഇവിടെയുള്ള ഈ ഒരു ചെറിയൊരു പോർഷൻ ആയി. കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. പിന്നെ മില്ലി ആംപെയർ, മൈക്രോ ആംപെയർ, ഇതിന്റെയൊക്കെ യൂണിറ്റ്സ് എങ്ങനെയാ? 1 ആംപെയർ എന്ന് വെച്ചാൽ 1000 മില്ലി ആംപെയർ ആണ്. 1 മില്ലി ആംപെയർ എന്ന് വെച്ചാൽ 1000 മൈക്രോ ആംപെയർ ആണ്. മൈക്രോ അതിനെയും കാട്ടി ചെറുതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ I is equal to ഇവിടെ ചോദിക്കുന്നുണ്ട്. I is equal to Q/T എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് 10 കൂളോം ചാർജ് ഉണ്ട്. 10 കൂളോം ചാർജ് ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഇൻ 5 സെക്കൻഡ്. 5 സെക്കൻഡിൽ 10 കൂളോം ചാർജ് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കറണ്ട് എത്രയാ? കറണ്ടിന്റെ ഇക്വേഷൻ I is equal to Q/T. Qക്ക് നമ്മൾ എന്ത് കൊടുക്കും മക്കളെ? 10 കൂളോം കൊടുക്കും. Tക്ക് നമ്മൾ എന്ത് കൊടുക്കും? 5 സെക്കൻഡ് കൊടുക്കും. അപ്പൊ 10/5 എന്ത് വരും? 2 ആംപെയർ വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. ഇത് നേരെ തിരിച്ചിട്ടാ ചോദിക്കുന്നത്. കറണ്ട് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ചാർജ് ആണ്. എത്ര ഇലക്ട്രിക് ചാർജ് പാസ് ചെയ്യുന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്യൂവിന്റെ ഇക്വേഷൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ക്യൂവിനെ ഇവിടെ വെച്ചിട്ട് ടീന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പൊ Q is equal to I into T. ഇക്വേഷനെ മാറ്റി 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 എഴുതി പഠിക്കുക. അത്രയേ ഉള്ളൂ. മെയിൻ ഒരു ഇക്വേഷൻ പഠിക്കുക. എന്താണോ ചോദിച്ചത് അതിനനുസരിച്ച് ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പൊ Q is equal to I into T എന്ന് വരും. I ഇവിടെ എത്ര കിട്ടിയ മക്കളെ? 1.5 എന്ന് എഴുതണേ. 15 എന്നാണ് എഴുതിപ്പോയത്. അപ്പൊ 1.5 into 3 ആണ്. എന്നാ സമയം 3 ആണ്. അപ്പൊ 1.5 into 3 ചെയ്താൽ എത്ര വരും? 4.5 കൂളം. ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. വളരെ എളുപ്പമുള്ള എന്താണ് പ്രോബ്ലംസ് ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തത് ഇലക്ട്രിക് കറണ്ട് ത്രൂ കണ്ടക്ടർ. ഈ ഒരു പാർട്ടിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയ എക്സാമിന് ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യമുള്ളൂ. വെച്ചാല് ഡയറക്ഷൻ ആണ്. എന്തൊക്കെ ഡയറക്ഷൻ നമ്മൾ പഠിക്കാനുള്ളത്? ഒന്ന് കറണ്ടിന്റെ ഡയറക്ഷനും ഒന്ന് ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ, അതായത് ചാർജിന്റെ ഡയറക്ഷൻ. കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ചാർജിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഈ ഒരു കാര്യം മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. നെഗറ്റീവ് ടു പോസിറ്റീവും പോസിറ്റീവ് ടു നെഗറ്റീവും. അപ്പം ആ ഒരു കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. മെയിൻ ആയിട്ട് നമ്മൾ ചാർജിന്റെ ആലോചിച്ച് വെച്ചാൽ മതി. എന്താണ്? സർക്യൂട്ട് വരക്കുന്ന സമയത്ത് നമുക്കറിയാം ചാർജ് എവിടുന്ന് എവിടത്തേക്ക് ഫ്ലോ ചെയ്യും? ലോ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യൽ എവിടെയാ? നെഗറ്റീവ് ചാർജിലാണ് ലോ പൊട്ടൻഷ്യൽ. പോസിറ്റീവ് ചാർജിലാണ്, പോസിറ്റീവ് ടെർമിനലിലാണ് എന്താണ്? ഹൈ പൊട്ടൻഷ്യൽ ഉള്ളത്. അപ്പൊ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കല്ലേ എന്തെന്ന് ചാർജ് ആയാലും ഫ്ലോ ചെയ്യും. അപ്പം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ചാർജിന്റെ ഡയറക്ഷൻ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന്? കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ വരക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ഇവിടെ. പിന്നെ
മെയിൻ ആയിട്ട് വേറൊരു കാര്യമാണ്, എന്താണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, അത് അമ്മീറ്റർ ആണ്. അമ്മീറ്റർ ആണ് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ സർക്യൂട്ട് ഡയഗ്രാം വരക്കാനാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് വരക്കാൻ വേണ്ടി ഒരു ബൾബ്, സ്വിച്ച്, 2 സെല്ലും കൂടി ഉണ്ടെങ്കിൽ എന്തായി, ഒരു സർക്യൂട്ടായി. ഇത് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ബൾബ് വരച്ചാൽ ഒരു ബൾബിന് പകരം ബൾബിന്റെ സിമ്പല്, സ്വിച്ചിന് പകരം സ്വിച്ചിന്റെ സിമ്പല്, അതുപോലെ സെല്ല്, ഒന്നിലധികം സെല്ലുകൾ അടുക്കി വെക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ വേണം അടുക്കി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 കൂടി ഒരുമിച്ച് വരച്ചാൽ എന്തായി, ഒരു സർക്യൂട്ടായി മക്കളെ. അപ്പം സർക്യൂട്ട് വരക്കണമെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം? ആദ്യം സിമ്പിൾസ് പഠിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് വരക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് സിമ്പൽ. സെല്ലിന്റെ സിമ്പൽ എന്താണ്, ബാറ്ററിന്റെ സിമ്പൽ എന്താണ്, ഇതൊക്കെ നോക്കി നോക്കി വരച്ച് പഠിക്കുക. സെല്ല് എന്ന് പറഞ്ഞാല് ഒറ്റൊന്നേ വേണ്ടു, പക്ഷെ 2ലധികം സെല്ലുകൾ വരുമ്പോഴാണ് ബാറ്ററി ആവുന്നത്. അപ്പൊ സ്വിച്ച്, കീ, എന്തും ഓൺ ഓഫ് ആവുന്ന സമയത്തുള്ള സിമ്പല്, ബൾബ്, ലാമ്പിന്റെ സിമ്പല്, LED സിമ്പല്, വോൾട്ടിമീറ്ററിന്റെ സിമ്പൽ, അമ്മീറ്ററിന്റെ സിമ്പൽ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാം ഒന്ന് നോക്കി വെക്കോ, വളരെ സിമ്പിൾ ആണ്, അത് ഒന്ന് ഓർത്ത് വെക്കോ. പിന്നെ മെയിൻ ആയിട്ടൊന്ന് നോക്കാനുള്ള ഒറ്റൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, എന്താണ്, നമ്മള് വോൾട്ടിമീറ്ററും അമ്മീറ്ററും എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു സർക്യൂട്ട് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടെ വോൾട്ടിമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ബൾബിന് പാരലൽ ആയിട്ടാണ്, എന്നാൽ അമ്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സീരീസ് ആയിട്ടാണ്. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, അപ്പൊ അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. വോൾട്ടിമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്, ഇവിടെ തെറ്റായാണ് എഴുതിയിരിക്കുന്നത്, അത് നമുക്ക് ഡിലീറ്റ് ആക്കാം. അപ്പൊ നമ്മള് വോൾട്ടിമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്, വോൾട്ടിമീറ്ററും അമ്മീറ്ററും ഇവിടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടേബിൾ. അപ്പൊ അത് നന്നായി പഠിക്കണം. വോൾട്ടിമീറ്ററിന്റെ സിമ്പിൾ എന്താ മക്കൾ, അമ്മീറ്റർ ഒരു റൗണ്ട് ചെയ്തിട്ട് എ വരച്ച് ഇങ്ങനെയാണെങ്കിൽ, വോൾട്ടിമീറ്റർ ആണെങ്കിൽ എന്താണ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു റൗണ്ട് വരക്കുന്നു, വി എന്ന് വരക്കുന്നു, 2 വര അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വിടുന്നു അല്ലെ. അപ്പൊ ഇതാണ് വോൾട്ടിമീറ്ററിന്റെ സിമ്പിൾ. അമ്മീറ്ററിന്റെ ആണെങ്കിൽ എന്ന് വരക്കുന്നു, അതുപോലെ ഒരു റൗണ്ടിനുള്ളിലാക്കിയിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ടെർമിനൽസ് കൊടുക്കുന്നു. ആ 2 വര എന്ന് വെച്ചാൽ 2 ടെർമിനൽസ് ആണ് കേട്ടോ, പോസിറ്റീവും നെഗറ്റീവും ടെർമിനലാണ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞാൽ എന്താ, വോൾട്ടിമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ. അമ്മീറ്റർ ആണെങ്കിൽ എന്തിനാ മക്കളെ, കറണ്ട് മെഷർ ചെയ്യാൻ, ടു മെഷർ കറണ്ട്. പിന്നെന്താ, വോൾട്ടിമീറ്റർ എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലാണ്, പാരലൽ ആയിട്ടാണ്. എപ്പോഴും വോൾട്ടിമീറ്റർ പാരലൽ ആണ്, അമ്മീറ്റർ ആണെങ്കിൽ സീരീസ്. ഇനി ഞാൻ പറഞ്ഞു 2 ടെർമിനൽ ഉണ്ട്, വോൾട്ടിമീറ്ററിലാണെങ്കിലും അതുപോലെ അമ്മീറ്ററിനാണെങ്കിലും 2 ടെർമിനൽ ഉണ്ട്. അപ്പൊ പോസിറ്റീവ്, 2ന്റെ കേസിലാണെങ്കിലും വോൾട്ടിമീറ്റർ ആണെങ്കിലും അമ്മീറ്റർ ആണെങ്കിലും 2ന്റെയും പോസിറ്റീവ് സൈഡ് എങ്ങോട്ട് കണക്ട് ചെയ്യണം മക്കളെ, പോസിറ്റീവ്. ഇത് വോൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ആണല്ലേ, ഇത് അമ്മീറ്ററിന്റെ പോസിറ്റീവ് ആണ്. 2ന്റെയും പോസിറ്റീവ് നോക്കി അടുത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ പോസിറ്റീവ്, അമ്മീറ്ററിന്റെ പോസിറ്റീവ് സെല്ലിന്റെ പോസിറ്റീവിലേക്ക് തന്നെ, വോൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് എങ്ങോട്ടേക്ക് വരുന്നത്, സെല്ലിന്റെ പോസിറ്റീവിലേക്ക് തന്നെ. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് പാർട്ട് നമുക്ക് നോക്കാം. വോൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് സെല്ലിന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, അമ്മീറ്ററിന്റെ നെഗറ്റീവ് ഇവിടെ ഉള്ളത് അല്ലെ, അതിനൊന്ന് നീട്ടി വരച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നത് അതും സെല്ലിന്റെ നെഗറ്റീവിലേക്ക്. അപ്പൊ രണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം, എപ്പോഴും അമ്മീറ്ററിന്റെയും വോൾട്ടിമീറ്ററിന്റെയും പോസിറ്റീവ് ടെർമിനൽ എപ്പോഴും സെല്ലിന്റെ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ടെർമിനൽ എപ്പോഴും സെല്ലിന്റെ നെഗറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റീഡിങ് വരില്ല, അത് തെറ്റാണ്. ഇനി അടുത്ത ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഓംസ് ലോ. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നമ്മൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പം വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേഷൻ ഉണ്ട്, V/I എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് അല്ലെ, ഓർമ്മയില്ലേ ഇത്. അപ്പം V/I കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത്, ആ കോൺസ്റ്റന്റിന് നമ്മൾ എന്ത് പറയും, റെസിസ്റ്റൻസ് എന്ന് പറയും. ഇതാണ് എന്തെന്ന് ഓംസ് ലോ. അപ്പൊ ഇവിടെ ആകെ പഠിക്കാനുള്ളത് 3-4 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് V പ്രൊപ്പോർഷണൽ ടു I പ്രൊപ്പോർഷണൽ ടു V. പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതാണല്ലേ, നമ്മൾ എന്താണ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ആനുപാതികം, ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നു, ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയുന്നു, അങ്ങനെയാണ്. അതിനാണ് എന്ത് പറയുന്നത് മക്കളെ, പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വന്നത്. അപ്പൊ ഇക്വേഷൻ മെയിൻ ആയിട്ട് പഠിക്കും, V/I = R. അതിന് തന്നെ നമ്മൾ മാറ്റി എഴുതും. നമ്മൾ ഈ ഇക്വേഷൻ ഏത് തരത്തിൽ ചോദിച്ചാലും, പ്രോബ്ലം ആയിട്ട് ചോദിച്ചാലും നമുക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ V = IR എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ for I we can write V/R, for R we can write it as V/I. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറ്റും. അപ്പം അതൊന്ന് മനസ്സിലാക്കി വെക്കും.
പിന്നെ R എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ കറണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ്? ഒരു കഴിവാണ്. എന്ത് കഴിവാണ്? കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതെന്നുള്ള ഒരു കഴിവാണ് ഇതെന്ന് റെസിസ്റ്റൻസ്. അപ്പോൾ കണ്ടക്ടറിൽ കറണ്ട് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ് ഉണ്ട്. അപ്പൊ ഫ്ലോ ഓഫ് ചാർജിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എന്താണ് ഒപ്പോസ് ചെയ്യുന്ന ഒന്നാണ് റെസിസ്റ്റൻസ്. അപ്പൊ അതെല്ലാ കണ്ടക്ടറിലും ഉണ്ടാവും. ചിലതിൽ കൂടിയിരിക്കും, ചിലതിൽ കുറഞ്ഞിരിക്കും, ചിലതിൽ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞിരിക്കും. സാഹചര്യം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പഠിക്കും എന്തൊക്കെയാണ് റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിക്കും മക്കളെ. അപ്പം ഓംസ് ലോ എന്താന്ന് പഠിച്ചിട്ടില്ലേ? പഠിച്ചോ? ഇല്ല, ഇക്വേഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ. V = IR അല്ലെങ്കിൽ V/I = R എന്ന് പറയുന്നതാണ് ഓംസ് ലോ. അപ്പൊ അതിനെ നമ്മളൊരു ഡെഫിനിഷൻ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതും കൂടി ഓർത്ത് വെക്കാം മക്കളെ. ഇത്രയും പറയാനുള്ളൂ. V ∝ I, അതായത് കറണ്ട്, ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. വെൻ ദി ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്, T കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത് എന്താണ് മക്കളെ? അപ്പൊ എന്താണ്? കറണ്ട് വോൾട്ടേജിന് അല്ലെങ്കിൽ കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഓംസ് ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതിന്റെ യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന കറണ്ടിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു എന്നാണ് കൂളോം പെർ സെക്കൻഡും ആംപിയറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസിന്റെ എന്ന് വെച്ചാൽ V/I ആണല്ലോ. അപ്പൊ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് കറണ്ട്. ഇപ്പൊ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ? വോൾട്ട് വരും. എന്താ വരുന്നത്? വോൾട്ട്. കറണ്ടിന്റെ ആണെങ്കിൽ ആംപിയർ. അപ്പൊ വോൾട്ട് പെർ ആംപിയർ. പക്ഷെ ജനറൽ ആയിട്ട് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ചോദിക്കുവാണെങ്കിൽ എന്താണ്? ഓം. അപ്പം ഓംസ് ലോ എന്ന് പറയുമ്പോൾ തന്നെ റെസിസ്റ്റൻസിനെ ഓർമ്മ വരേണ്ടത്. ഓംസ് ലോ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം, ഇക്വേഷൻ R = V/I. ഇത്രയായാൽ എന്തായി? ഈ ഒരു പാർട്ട് ആയി. പിന്നെ ഇതിന്റെ 1 കിലോ ഓം എന്ന് പറഞ്ഞാൽ 1000 ഓം ആണ്. 1 മെഗാ ഓം എന്ന് പറഞ്ഞാൽ 1000 കിലോ ഓം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓർത്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ ഓർത്തു വെക്കാം മക്കളെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ റെസിസ്റ്റൻസ് എന്താണെന്ന് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്നാലും ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. എക്സാമിന് ഇത്ര ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും ക്വസ്റ്റ്യൻ വന്നാല് ഇന്നതാണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ്? കണ്ടക്ടർ എന്ന് പറഞ്ഞ കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോണും ആ കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോണും അതുപോലെയുള്ള ആറ്റംസും തമ്മിലുള്ള കൊളീഷൻ ആണ്. എന്താണ്? ആറ്റംസും തമ്മിലുള്ള കൊളീഷൻ കാരണമാണ്. ഇത്രയും കൂടി മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നും അതിലില്ല. ഓക്കെ. പിന്നെ വരുന്നതാണ് ഇവിടെ ഒരു ഗ്രാഫ്. എന്താണ്? ഓംസ് ലോന്റെ ഗ്രാഫ്. അത് ഓർത്ത് വെക്കുക. സ്ട്രെയിറ്റ് ലൈൻ ആണ്. V/I എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക. അത് എവിടുന്ന് വരക്കണം മക്കളെ? എവിടുന്ന് വരക്കണം? ഒറിജിൻ, ഈ സീറോയിൽ നിന്ന് വേണം വരക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. V/I എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് തരുക. കാരണം എന്താ? V/I എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ലേ കിട്ടുന്നത്, R ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതൊരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഈ ഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരും. ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. മക്കളെ, റെസിസ്റ്റർ. അപ്പൊ റെസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ റെസിസ്റ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടി പഠിച്ചു ഓംസ് ലോയില്. അപ്പൊ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതൊരു സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതുപോലെയുള്ള ഒരു കണ്ടക്ടർ നമ്മൾ ഉപയോഗിക്കണമല്ലോ. അപ്പൊ ആ ഒരു കണ്ടക്ടർ ഉപയോഗിച്ചാൽ, റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചാൽ നമുക്ക് ഫ്ലോ ഓഫ് കറണ്ട് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന കണ്ടക്ടേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? റെസിസ്റ്റർ. എന്താ പറയുന്നത്? റെസിസ്റ്റർ. അപ്പൊ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ടക്ടർ ആണ്. അതിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അതിന്റെ സിമ്പലൊക്കെ പഠിച്ചു വെക്കണ്ടേ? സിമ്പലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് മൾട്ടിമീറ്റർ. അതും കൂടി ഇവിടെ പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കാം. എന്താണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? മൾട്ടിമീറ്റർ. ഇത് മൾട്ടിമീറ്റർ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ അറിയാം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും നമുക്ക് ഇത് ഉപയോഗിച്ച് മെഷർ ചെയ്യാം. പക്ഷെ റെസിസ്റ്റർക്ക് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് വേണം? മൾട്ടിമീറ്റർ എന്ന് പറയണം. പക്ഷെ കറണ്ട് മാത്രമായിട്ട് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യണം? അമ്മീറ്ററിന് എഴുതണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ വോൾട്ടിമീറ്ററിന് എഴുതണം. എല്ലാം നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് ഏത് ഉപകരണം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? മൾട്ടിമീറ്ററിന് എഴുതണം. പിന്നെ റെസിസ്റ്റർ ആണെങ്കിൽ മൾട്ടിമീറ്റർ എഴുതുക. അപ്പൊ ഇതൊക്കെ എക്സാമിന് ശ്രദ്ധിക്കണം. അറിയാണ്ട് തിരക്കിട്ട് ആൻസർ എഴുതി തെറ്റിച്ചു പോകരുത്.
നേരത്തെ പറഞ്ഞ പോലെ നമ്മള് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പം നമുക്ക് അതിന്റെ ആൻസറിലോട്ട് മാത്രം പോകാം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് റെസിസ്റ്റൻസ് ഒരു റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തത് എന്താണ്? അതിന്റെ തിക്നെസ് ആണ്. നമ്മൾ എടുക്കുന്ന റെസിസ്റ്റർ ഒരു കണ്ടക്ടർ ആണല്ലോ. അപ്പൊ ആ എടുക്കുന്ന ആ കണ്ടക്ടറിന്റെ നാച്ചർ, തിക്നെസ്, ലെങ്ത്, ഇതൊക്കെയാണ് ഈ 3 ഫാക്ടർ. ഒന്ന്, അതെന്തുകൊണ്ടുള്ള മെറ്റീരിയൽ ആണ്, എന്താണ്, സിൽവർ ആണോ, കോപ്പർ ആണോ, ടങ്സ്റ്റൺ ആണോ, അങ്ങനെ എന്ത് നാച്ചുറലുള്ള മെറ്റീരിയൽ ആണ് ആ കണ്ടക്ടർ, അത് അതിനെ എഫക്ട് ചെയ്യും. പിന്നെ തിക്നെസ്, അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയ അതിന് എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിന്റെ ലെങ്ത്, നീളം കൂടിയതാണോ നീളം കുറഞ്ഞതാണോ, അത് റെസിസ്റ്റൻസിന് എഫക്ട് ചെയ്യും. എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പം ഇതൊക്കെയാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറഞ്ഞ മക്കളെ നമുക്കറിയാം. അത് നമുക്ക് ഇവിടെ നോക്കാം. ഏതൊക്കെയാണ്? സിൽവർ പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്കൊരു കൺക്ലൂഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. സിൽവറിനാണ് ഏറ്റവും കുറവ് റെസിസ്റ്റൻസ്. എന്തിനാ മക്കളെ? സിൽവറിനാണ് ലീസ്റ്റ് റെസിസ്റ്റൻസ്. നമ്മളിപ്പോ കോപ്പറും അതുപോലെ തന്നെ എന്താണ് നിക്രോമും ടങ്സ്റ്റണും അലൂമിനിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഉള്ളത് ഏതിനാണ്? സിൽവറിനാണ്. അപ്പൊ കമ്പാരിസൺ ഒക്കെ ചോദിച്ചിട്ടാണെങ്കിൽ വരുവാണെങ്കിൽ ക്വസ്റ്റ്യനില് ഇപ്പൊ സിൽവറും കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ കോപ്പറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് ബൾബ് നന്നായി ഗ്ലോ ചെയ്യുക വെച്ചാൽ എന്താ പറയാ? സിൽവർ കണക്ട് ചെയ്യില്ല. കാരണം സിൽവറിൽ റെസിസ്റ്റൻസ് കുറവല്ലേ, കുറച്ചേ ഫ്ലോ ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുക. അപ്പൊ സിൽവർ ഉള്ള അതിലാണ് കൂടുതലായിട്ടും ബൾബ് ഗ്ലോ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ റെസിസ്റ്റൻസ് ഉള്ളത് ഏതിലാണെന്നറിയോ? ടങ്സ്റ്റണും നിക്രോമും ആണ്. എന്താ മക്കളെ? ടങ്സ്റ്റണും നിക്രോമും. ഇവിടെ പറയുന്നുണ്ട് ടങ്സ്റ്റണും നിക്രോമാണ് ഹൈ റെസിസ്റ്റൻസ് ഉള്ളത്. ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഉള്ളത് സിൽവറിനാണ്. ഇത് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് കൂടും മക്കളെ? റെസിസ്റ്റൻസ് കൂടും. ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസ് കൂടും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. അതിനെയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത്. അത് എക്സ്ട്രാ റീഡിങ്ങിനുള്ളതാണ്. അത് എക്സാമിന് ചോദിക്കണമെന്ന് നിർബന്ധമേ ഇല്ല. പക്ഷെ നിങ്ങളത് വലിയ ക്ലാസ്സിൽ പഠിക്കും. അതായത് എന്നാൽ ലോ ടെമ്പറേച്ചറിൽ ചില മെറ്റീരിയൽസ്, ചില കണ്ടക്ടേഴ്സ് എന്ത് കാണിക്കുന്നുണ്ട് മക്കളെ? സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അവിടെ ഒരു റെസിസ്റ്റൻസും ഇല്ല, കാണിക്കുന്നില്ല. അപ്പം അതാണ് എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പറായിട്ട് നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. എന്ത് കണ്ടക്ട് ചെയ്യും? കറണ്ടിന്. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് തിക്നെസ്സും, ഒന്ന് നാച്ചറും തിക്നെസ്സും ലെങ്ത്തും ആണ്. അതിൽ തിക്നെസ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. തിക്നെസ്, ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുവാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം മക്കളെ? കുറയുക ചെയ്യുക. കാരണം കൊളീഷൻ നടക്കി ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അതിന്റെ ഒരു ഏരിയ, റൗണ്ടിലുള്ള ആ ഒരു ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുവാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. കുറച്ചും കൂടി നന്നായിട്ട് കറണ്ട് കൂടും. അപ്പം കറണ്ട് കൂടും. എപ്പോഴും ആലോചിക്കണം, റെസിസ്റ്റൻസ് നമ്മൾ ഒന്നിനെ പോകാൻ വിടാണ്ടിരിക്കുമ്പോൾ, റെസിസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേതിന് കൂടുതൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കറണ്ട് കുറയും. അപ്പൊ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കറണ്ട് കുറയും. ഈ കുറച്ചേ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കറണ്ട് എന്താ ചെയ്യും? കൂടുതലായിട്ടും ഒഴുകും. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും. തിക്നെസ് കൂടുവാണെങ്കിൽ എന്താ ചെയ്യും മക്കളെ? റെസിസ്റ്റൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറവുമ്പോൾ കറണ്ട് എന്ത് സംഭവിക്കും? കറണ്ട് കൂടുതലായിട്ട് ഒഴുകും. അപ്പൊ അത്രയേ ഉള്ളൂ അവിടെയുള്ള കാര്യങ്ങൾ. പിന്നെ ലെങ്ത് എന്താ സംഭവിക്കുന്നത്? ലെങ്ത്തിന് എന്താണ്? ലെങ്ത് കൂടുന്ന സമയത്ത് ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടി വരുവാണെങ്കിൽ റെസിസ്റ്റൻസും കൂടി വരും. അപ്പൊ കറണ്ട് എന്ത് ചെയ്യും മക്കളെ? കുറയും. കറണ്ട് കുറയും. അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. പിന്നെ നമ്മൾ ഈ ലെങ്തിനെ വെച്ചിട്ടാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ലെങ്ത് വെച്ചിട്ടാണ് പുതിയൊരു കോൺസെപ്റ്റ് തുടങ്ങുന്നത്, റിയോസ്റ്റാറ്റ്. നമ്മളിപ്പോ ഓരോ റെസിസ്റ്റൻസ് ആദ്യം 5 ohm 3 ohm ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ കണ്ടക്ടർ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത്, ഒരു വലിയ നീളമുള്ള കണ്ടക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാരണം നീളം കുറഞ്ഞെടുക്കുക, റെസിസ്റ്റൻസ് കുറവായിരിക്കും. നീളം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടി കൂടി വരും. അങ്ങനെ ഒരു നീളമുള്ള വയർ, അതായത് വയർ എന്ന് വെച്ചാൽ ഇതന്നെ ഈ ഒരു കാണുന്നില്ലേ മക്കളെ? റിയോസ്റ്റാറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ ലെങ്തി ആയിട്ടുള്ള കണ്ടക്ടർ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? റിയോസ്റ്റാറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഏത് പ്രിൻസിപ്പിളിനാ? ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ വാരീസ് എന്നാണ്. കണ്ടക്ടറിന്റെ ലെങ്ത് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള
എന്താണ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുമ്പോ എന്ത് സംഭവിക്കുന്നു, അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ മാറ്റുന്നില്ല കേട്ടോ, ആ സെയിം വയർ തന്നെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. റെസിസ്റ്റൻസും കൂടുന്നു, കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടുന്നു. ആൻഡ് റിയോസ്റ്റാറ്റ് ഈസ് വർക്കിംഗ് ബേസ്ഡ് ഓൺ ദാറ്റ് പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിയോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് റിയോസ്റ്റാറ്റ് സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണ്ടോ, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ വാരീസ് ദെൻ റെസിസ്റ്റൻസ് ആൾസോ വാരീസ്. ലെങ്ത് എന്ത് ചെയ്യുക, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഇൻക്രീസ്, റെസിസ്റ്റൻസ് ആൾസോ ഇൻക്രീസ്. ദിസ് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് റിയോസ്റ്റാറ്റ്. അപ്പൊ ഇവിടെ കുറെ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് ശരിക്കും റെസിസ്റ്റൻസ് കുറവുണ്ടാവുക, ഏത് ഭാഗത്തായിരിക്കും? ഇവിടെ ആയിരിക്കും ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. ഇവിടെ കുറച്ച് ലെങ്ത് അല്ലേ ഉള്ളൂ. അന്ന് ഇങ്ങോട്ടേക്ക് പോകും തോറും ഈ ലെങ്ത് കൂടി വരുന്നുണ്ട് കണ്ടക്ടറിന്. അപ്പം കൂടി വരുന്ന ഭാഗത്ത് എന്തായിരിക്കും, റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്സാമിൽ ചോദിച്ചാൽ എഴുതാൻ വേണ്ടി എളുപ്പം പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇത് പറഞ്ഞാൽ നമുക്ക് അടുത്ത പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും. ഇനി നമ്മൾ അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട് ആണ് പഠിക്കുന്നത്. അപ്പൊ സർക്യൂട്ടിലുള്ള അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, സീരീസ് കണക്ഷനും അതുപോലെ തന്നെ പാരലൽ കണക്ഷനും. 2 കണക്ഷനാണ് ഉള്ളത്, ഒന്ന് സീരീസും ഒന്ന് പാരലലും. എന്തിന്റെ, റെസിസ്റ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ്. ഈ സീരീസ് കണക്ഷനിലാണെങ്കിൽ എന്താ മക്കളെ, നേരത്തെ പറഞ്ഞാലും ഒന്നിനോടൊന്ന് അടുക്കി വെച്ചിട്ടാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക. ആദ്യം R1, അതിന്റെ തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്യുന്നു, R1ന്റെ തൊട്ടടുത്തായിട്ട് R2 കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആകെ പഠിക്കാനുള്ളത് ഒരു ഇക്വേഷൻ ആണ്, R is equal to R1 plus R2 അല്ലെങ്കിൽ NR. എന്താണ് ഈ R എന്നെല്ലാം പറയുന്നത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എന്താണ് ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, അതിനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 plus R2 ആയിരിക്കും, അല്ലെങ്കിൽ N into R ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. എളുപ്പമാണ്, ഇത് മാത്രമേ ഉള്ളൂ. സീരീസ് എന്ന് പറയുമ്പോൾ R is equal to R1 plus R2. പിന്നെ ഈ ഡയഗ്രാം മറക്കരുത്, ഡയഗ്രാം വരച്ച് തന്നെ പഠിക്കണം എങ്ങനെയാണ് ഈ കണക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. പിന്നെ അങ്ങനെയാണെങ്കിൽ പാരലൽ ആണെങ്കിലും, പാരലൽ ആണെങ്കിൽ കാണുന്നില്ലേ, ഒന്നിനും മേലെയും ഒന്നിന്റെ താഴെയായിട്ടാണ് ഇങ്ങനെ എന്താണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു കണക്ഷനാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ അത് ഓർമ്മ വരണം, എങ്ങനെയാണ് പാരലലായിട്ടും സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കണക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയുന്നത്, എങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയുന്നത്, ഇക്വേഷൻ ആകെ 2 ഇക്വേഷനെ പഠിക്കാനുള്ള. എന്താണ് ഒന്നാമത്തത്, 1/R is equal to 1/R1 plus 1/R2. അതിനെ മാറ്റി എഴുതിയ ഒരു ഇക്വേഷനും കൂടി ഉണ്ട് മക്കളെ, R is equal to R1 R2 divided by R1 plus R2. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, ഇത് പഠിച്ചാൽ മതി നിങ്ങളാകെ. 1/R എല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. 1/R is equal to 1/R1 plus 1/R2. ഓക്കെ. അതിനെ മാറ്റി എഴുതിയാൽ എന്തായി, ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് കിട്ടുന്നതാണ് ഇത്, R1 R2 divided by R1 plus R2. ഓക്കെ. പിന്നെ അതിനെ നമ്മൾ ജനറൽ ആയിട്ട് എഴുതുന്ന ഇക്വേഷൻ ആണ് R ഡിവൈഡഡ് ബൈ N. എന്താണ് R ഡിവൈഡഡ് ബൈ N, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഡിവൈഡഡ് ബൈ N ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളോട് കൂടി ഈ ഒരു ചാപ്റ്ററെ തീരുകയാണ്. നമുക്കറിയാം വീടുകളിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പാരലലാണ്. എന്താ മക്കളെ, സീരീസ് പറ്റുമോ? സീരീസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ചിലത് നമ്മൾ ഒറ്റ സ്വിച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബൾബും ഫാനൊക്കെ കറക്കുന്ന രീതിയിൽ കണക്ഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാത്തിനും കൂടി നമ്മൾ എന്താ കൊടുക്കുന്നത്, പാരലാണ്. എന്താണ് പാരലൽ കണക്ഷനാണ് കൊടുക്കുന്നത്. കാരണം എല്ലാത്തിനും ഒരേ വോൾട്ടേജ് വേണം അല്ലേ, കിട്ടണം, ഒരേ വോൾട്ടേജ് കിട്ടണം. അതുകൂടാതെ തന്നെ എന്തും കൂടി വേണം മക്കളെ, എന്തും കൂടി വേണം. അതെ, നമുക്ക് ഒന്ന് ഓഫ് ചെയ്യുമ്പോൾ മറ്റേതും കൂടി ഓഫ് ആവാതെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഓണോ ഓഫ് ചെയ്യാനും പറ്റണം. അപ്പൊ അതിനൊക്കെ നല്ലതെന്ന് വെച്ചാൽ പാരലൽ കണക്ഷനാണ്. പിന്നെ നമുക്കറിയാം, നമ്മളിവിടെ പറയുന്ന ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ തന്നെ DC ഡയറക്റ്റ് കറണ്ട് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണ്. അതൊരിക്കലും നമ്മൾ വീട്ടിൽ പ്രായോഗികമല്ല. കാരണം വീട്ടിലെത്തുന്ന കറണ്ട് എത്രയും മക്കളെ 230 വോൾട്ട് ആണ്, വളരെ കൂടിയ വോൾട്ടാണ്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നതിൽ ചെറിയ ചെറിയ വോൾട്ട് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ്. അപ്പൊ അതൊന്നും നിങ്ങൾ ചെയ്യാൻ വേണ്ടി വീട്ടിലുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടൊന്നും ചെയ്യരുത്. 230 വോൾട്ട് ആണ് നമ്മളെ വീട്ടിൽ വരുന്ന കറണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ എന്താണ്, AC ആണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയായി. ബാക്കി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമന്റ് ചെയ്ത് ചോദിക്കുക, ഏതൊക്കെ ചാപ്റ്റേഴ്സിന്റെ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ. അപ്പം എന്തായാലും
ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് നന്നായിട്ട് പഠിക്കുക. ടെൻഷൻ ഒന്നും ആവണ്ട. ഇതൊന്ന് വീഡിയോ കണ്ടാൽ തന്നെ കുറെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്.